Question number 70. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊന്ന് നോക്കാം. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, the intensity produced by each one of the individual slit is I0. The distance between the two slits is 2 millimeter. The distance of screen from slit is 10 meter. The wavelength of light is 6000 angstrom. The intensity of light on the screen in front of one of the slit is. Okay. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റില് ഇന്റൻസിറ്റി ഓഫ് വേവ് ലൈറ്റ് പ്രൊഡ്യൂസ് ഈച്ച് വൺ ഓഫ് ദി സ്ലിറ്റ് I0. അപ്പോൾ ഒരു വേവിന്റെ ഇന്റൻസിറ്റി I0 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്, ദാറ്റ് മീൻസ് സ്മോൾ ഡി എന്ന് പറയുന്നത് 2 millimeter ആണ്. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സ്ക്രീൻ ഫ്രം ദ സ്ലിറ്റ് 10, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ D 10 meter ആണ്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് 6000 ആണ്. ദെൻ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ദ സ്ക്രീൻ ഇൻ ഫ്രണ്ട് ഓഫ് ദി വൺ ഓഫ് ദ സ്ലിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിതാ യങ്സ് ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് നോക്കിയാൽ, ഓക്കെ, സോ ഇത് നമ്മുടെ സെൻട്രൽ മാക്സിം ആണ്. ഇതാണ് സെന്റർ O. ഇവിടെ നമ്മളോട് പറയുന്നത് ഫ്രിഞ്ച് ഉണ്ടാവുന്ന എവിടെയാണ്? ഒരു സ്ലിറ്റിന്റെ ജസ്റ്റ് ഫ്രണ്ടിലാണ്. അപ്പൊ ഇവിടെയാണ് ഫ്രിഞ്ച് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടുന്ന് ഇത് നമ്മളെ S2, ഇത് S1 ആണെങ്കിൽ ഇവിടുന്ന് S1 എന്നൊരു വേവ് വരുന്നുണ്ട് അല്ലെ, S2 എന്നൊരു വേവ് ഉണ്ട്. ഇവിടെ സൂപ്പർ പോസ്, ഇതാണ് നമ്മൾ P എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. വളരെ ക്ലിയർ ആണ്. ഈ ഡിസ്റ്റൻസ് അപ്പൊ എത്രയായിരിക്കും? D/2 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അവിടുന്ന് ഉടൻ എന്ത് ചെയ്യാം? പാത്ത് ഡിഫറൻസ് എഴുതാം എന്നാണ് ഞാൻ പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടുന്ന് പാത്ത് ഡിഫറൻസ് S1P മൈനസ് S2P ഈക്വൽ ടു എന്ത് വരും? എന്താ വരിക? ഈ ഡിസ്റ്റൻസ് D/2 ആണെങ്കിൽ D/2 ഇൻറ്റു സ്മോൾ d ഡിവൈഡ് ബൈ ക്യാപിറ്റൽ D അല്ലെ. അപ്പൊ ഇത് D² ഡിവൈഡഡ് ബൈ 2D എന്നാണ് ആ പാത്ത് ഡിഫറൻസ് വരിക. ശരിയാണോ അല്ലെ? ഇനി ഇവിടെയുള്ള ഇന്റൻസിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. ഇന്റൻസിറ്റി കാണാൻ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താണെന്നറിയോ? ഇന്റൻസിറ്റി കാണാൻ നമ്മളെ ഇക്വേഷൻ I is equal to 4I0 ഇൻറ്റു കോസ് സ്ക്വയർ 5 ഡിവൈഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. അപ്പൊ നമുക്ക് അതിന് എന്ത് വേണം? ആ ഫേസ് ഡിഫറൻസ് 5 വേണം അല്ലെ. ആ ഫേസ് ഡിഫറൻസ് 5ക്ക് വേണ്ടി എന്ത് നിങ്ങളെ കയ്യിലുണ്ട്? പാത്ത് ഡിഫറൻസ് കയ്യിലുണ്ട് അല്ലെ. പാത്ത് ഡിഫറൻസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലെ. എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസാ. അപ്പൊ ഫേസ് ഡിഫറൻസ് ഇവിടെ 5 ആണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് 2π/λ ഇൻറ്റു ആ പാത്ത് ഡിഫറൻസ് D²/2D ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വാല്യൂ കൊടുക്കാണ് 5 is equal to 2π ഡിവൈഡഡ് ബൈ ഇത് 6000 ആങ്സ്ട്രം ആണ്. അപ്പൊ 6 ഇൻറ്റു 10⁻⁻7 എന്ന് വരും അല്ലെ. ഇൻറ്റു 10⁻⁻10 കൂടി വന്നാൽ D എത്രയാ? 2 millimeter. അപ്പൊ 2 ഇൻറ്റു 10⁻⁻3 ആണ്. അതിന്റെ സ്ക്വയർ 4 ഇൻറ്റു 10⁻⁻6 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എത്രയാണ്? D 10 meter ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡിനോമിനേറ്ററിൽ ഒരു 10⁻⁻6 മുകളിൽ അതും കട്ട് ചെയ്ത് പോയിക്കോളും. ശരിയല്ലേ? അപ്പൊ നമ്മളത് സിംപ്ലിഫൈ ചെയ്താൽ 5 ഈക്വൽ എത്ര കിട്ടും അറിയോ? 2π/3 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് മീൻസ് 120. ശരിയല്ലേ? 5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ ലൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആയി. അപ്പൊ I ഈക്വൽ ടു 4I0 ഇൻറ്റു കോസ് സ്ക്വയർ 5/2 60 വരും. കോസ് 60 എത്ര? 1/2 അല്ലേ. അപ്പൊ I is equal to 4I0 ഇൻറ്റു 1/2ന്റെ സ്ക്വയർ വരും അല്ലെ. അപ്പൊ അത് 1/4 അല്ലേ. അപ്പൊ 4I0 ഇൻറ്റു 1/4 എന്ന് വന്നു. ഈ 4 കട്ട് ചെയ്ത് പോയി. എന്താ കിട്ടുക നമുക്ക്? I0 എന്നല്ലടാ മക്കളെ കിട്ടുക. ശരിയല്ലേ? ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്. I0 ആണ് നമ്മുടെ ആൻസർ വരിക, ഓപ്ഷൻ 2.